Hi friends, Masterpiece Vlog in a video link എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കയ്യിലുള്ളത് ഇതാ ബോർബോണിൻ്റെ ബിസ്ക്കറ്റ് 2 പാക്ക് ഉണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു കിടിലൻ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. മാസ്റ്റർപീസ് വ്ലോഗ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് എല്ലാ വീഡിയോക്കും കമൻറ്റ് ചെയ്യുക കേട്ടോ. 1 മില്യൺ ആകുമ്പോൾ നമ്മൾ ഗിവ് അവേ നടത്തുന്നതാണ്. അന്ന് നിങ്ങൾക്കായിട്ട് ലഭിക്കുന്നത് ഒരാൾക്ക് ഒരു റെഫ്രിജറേറ്ററാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടെന്ന് പറയുന്നില്ല, ബോർബൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു കേക്ക് റെസിപ്പിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബോർബണിൻ്റെ ഇതേപോലെയുള്ള സാധാരണ ബിസ്ക്കറ്റാണ്. 30 രൂപയുടെ 2 പാക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ 2 ഫ്ലേവറിലും വരുന്നുണ്ട്, ആ 2 ഉപയോഗിക്കട്ടോ. അപ്പോൾ എന്തായാലും 30 രൂപയുടെ ഈ ഒരു ബിസ്ക്കറ്റ് നമ്മൾ 2 ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഓരോ പാക്കറ്റിലും 2 ബോക്സ് വീതമാണ് ഇതേപോലെ അതിലുണ്ടാവാറുള്ളത്. എന്നാലും നമ്മൾ അതിലേക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇത് പൊടി ആക്കി എടുക്കണം. ഇതൊരു ക്രീം ബിസ്ക്കറ്റ് കേട്ടോ. അതേപോലെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ക്രീമും കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളിയൊരു ബിസ്ക്കറ്റാണ്. നല്ല ടേസ്റ്റുള്ളൊരു ബിസ്ക്കറ്റാണ്. ഈ ഒരു ബിസ്ക്കറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. എന്നാലും ബോർബണിൻ്റെ ബിസ്ക്കറ്റ് നമ്മളിതാ ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തു. ഇനി ഇത് മുഴുവനായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ചെറിയ പീസുകളാക്കിയിട്ട് പൊട്ടിച്ചെടുക്കുക. ഇത് നമ്മൾ പൊടിയാക്കി എടുക്കണം. അതിന് വേണ്ടിയാണ്, പെട്ടെന്ന് പൊടിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുക്കാൻ പോവുകയാണ്. ചെറിയ മിക്സിയുടെ ജാർ എടുക്കുക. നന്നായിട്ട് പൊടിയാൻ വേണ്ടി ചെറിയ ജാർ ഇതേപോലെയുള്ളത് എടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ ചെറിയ ജാർ ഉപയോഗിക്കണം എന്ന് പറയാനുള്ള കാരണം. ഇനി ഇതിലേക്ക് 1-2 ഐറ്റംസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ ബേക്കിംഗ് പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതേപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് പാലെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മുഴുവനായിട്ട് ഒറ്റ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കരുത്. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. ചിലപ്പോൾ 1 കപ്പ് വേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു രൂപത്തിൽ, ആ ഒരു മാവിൻ്റെ രൂപത്തിലാവുന്നത് വരെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ മിക്സ് ചെയ്യുക, കുറച്ച് ചേർത്ത് കൊടുക്കുക, വീണ്ടും മിക്സ് ചെയ്യുക, കുറച്ച് ചേർത്ത് കൊടുക്കുക. ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഈ ഒരു രൂപത്തിലാവുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഇതേപോലുള്ള ട്രേ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ പാത്രം ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളടുത്തുള്ള എന്ത് പാത്രം ഉപയോഗിക്കാം കേട്ടോ. ഇനി ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. സംഭവം ഇതേപോലെ എല്ലാ ഭാഗത്തും എണ്ണ തേച്ച് കഴിഞ്ഞു. അതിനുശേഷം ബട്ടർ പേപ്പർ കട്ട് ചെയ്തു, അതിലേക്ക് ഇറക്കി കൊടുക്കുന്നു. വീണ്ടും നമ്മളതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇതേപോലെ ക്ലിയർ ചെയ്യുന്നു കേട്ടോ. എന്തായാലും ബട്ടർ പേപ്പർ അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സംഭവം അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു രൂപത്തിലാവണം കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ തട്ടി കൊടുക്കണം. ഇതിൽ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ബേക്ക് ചെയ്തെടുക്കാം നമുക്ക്. അതിനായിട്ട് വലിയൊരു അലുമിനിയത്തിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒരു റിങ്ങും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ആദ്യം തന്നെ ഒന്ന് ഫുൾ ഹീറ്റിലിട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. പാത്രം ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിത് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഇറക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ കേക്കിൻ്റെ ട്രേ നമ്മളതിലേക്ക് ഇറക്കി കൊടുക്കാൻ പോവുകയാണ്. സെൻറ്ററിൽ കൈയൊന്നും തട്ടാതെ, കൈക്കൊന്നും പരിക്കൊന്നും പറ്റാതെ. ചൂടുണ്ടാവും കേട്ടോ, പാത്രം നന്നായിട്ട് ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ പതുക്കെ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, അതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അടപ്പതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് വെയിറ്റ് എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിനുള്ളിലെ ആവി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് 3/4 മണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് ബേക്കായി വരുന്നതാണ്. ഓക്കെ, 3/4 മണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതേപോലെ ഒരു ഈർക്കിളി എടുക്കുക. അതിനുശേഷം അതിലേക്ക് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ ആ ഈർക്കിളിയുടെ കൂടെ ഒന്നും വരുന്നില്ലെങ്കിൽ, ഈർക്കിളി നല്ല ഫിനിഷിംഗ് ആയിട്ട് വരികയാണെങ്കിൽ
നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. സംഭവം റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഞാനിതാ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതിനായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതേപോലെ കമഴ്ത്തി കൊടുക്കാം. ഓക്കെ ഗൈസ്, സംഭവത്തിൽ ഇതാ നമ്മുടെ കേക്ക് റെഡി ആയിരിക്കുകയാണ്. പക്ഷേ ആ ബട്ടർ പേപ്പർ ഒന്ന് ഒട്ടിപ്പോയിട്ടുണ്ട് എന്നുള്ള ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പറിച്ച് കളയാം. സംഭവത്തിൽ നമ്മൾ കേക്ക് അടിപൊളിയായിരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവത്തിൽ ആ കേക്ക് റെഡി ആയിരിക്കുകയാണ്. ആ കേക്കിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. സംഭവം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാട്ടോ. ഉണ്ടോ, നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉള്ള കേക്കാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നന്നായിട്ട് ഉഷാറായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ ഭാഗം കണ്ടോ. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു. നമുക്ക് പീസ് കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. ബോർബോണിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. നല്ല ടേസ്റ്റുള്ളൊരു ബിസ്ക്കറ്റാണ്. അത് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ കേക്ക് പ്രത്യേകിച്ച് ടേസ്റ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പാലും അതുപോലെ തന്നെ ബോർബോണും ഉപയോഗിച്ചിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. മാസ്റ്റർ പീസ് വ്ലോഗ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. മാസ്റ്റർ പീസ് വ്ലോഗ് 1 മില്യൺ ആകുമ്പോൾ നിങ്ങൾക്കായിട്ട് നിൽക്കുന്നത് ഒരു റെഫ്രിജറേറ്ററാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തേക്കുക. നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.